അടുത്ത് നിങ്ങൾ സൈഡ് ആയിട്ട് എഴുതുക പെർമ്യൂട്ടേഷൻസ്. എന്നിട്ട് സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ടിലോട്ട് കോപ്പി ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്തോ, ബാക്കി പ്ലേ ചെയ്തോ. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി പ്ലേ ചെയ്തോ. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്തൊക്കെയാണെന്നുള്ളത്. റെഡി? ഏറ്റവും ആദ്യം പറയുന്ന പെർമ്യൂട്ടേഷൻ എന്താണോ? എ പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഞാൻ പറയുന്നു, പെർമ്യൂട്ടേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലോട്ട് വരേണ്ട വേർഡ് ഏതാണ്? അറേഞ്ച്മെൻറ്റ് എന്നുള്ളതാണ്. പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതിൻ്റെ കേസിൽ? പെർമ്യൂട്ടേഷൻ്റെ കേസിൽ. ഓഫ് എ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ സം ഓർ ഓൾ അറ്റ് എ ടൈം. എന്ന് വെച്ചാൽ കുറച്ച് ഒബ്ജക്ട്സിൽ നിന്ന് എല്ലാം കൂടെ എടുക്കുക അല്ലെങ്കിൽ കുറച്ച് എടുക്കുക, എന്നിട്ട് അതിനെ ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? പെർമ്യൂട്ടേഷൻസ്. ഇപ്പം നമ്മൾ കുറച്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തല്ലോ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അതൊക്കെ തന്നെ എന്തിൽ പെടും? പെർമ്യൂട്ടേഷനിൽ പെടും. അതിന് ഡെഫിനിഷൻ ഇവിടെയാണ് പറഞ്ഞതെന്ന് മാത്രം. റെഡി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മുടെ കയ്യിൽ 3 ഒബ്ജക്ട്സ് ഉണ്ട്, എയും ബിയും സിയും. നമ്മൾ ഈ 3 എണ്ണത്തിനെ പെർമ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്യുക? ഇങ്ങനെ വെക്കുക, എ വെക്കുക, ബി വെക്കുക, സി വെക്കുക. പിന്നെ ഞാൻ അതിൻ്റെ ഓർഡർ മാറ്റി വെച്ചു, പിന്നെയും ഓർഡർ മാറ്റി, പിന്നെയും ഓർഡർ മാറ്റി. ഇതൊക്കെയാണെന്ത്? അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സി എ ബി, സി ബി എ. ഇതിനെയാണ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുക. ഇതിനകത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ്. അറേഞ്ച്മെൻ്റ് ആണ്, അതിനൊരു ഓർഡർ ഉണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. ഇതുവരെ നമ്മൾ ചെയ്ത വേർഡ്സ് ഫോം ചെയ്യലും നമ്പേഴ്സ് ഫോം ചെയ്യലും അതൊക്കെ ഏതിനകത്ത് പെടും? പെർമ്യൂട്ടേഷനകത്ത് പെടും. റെഡി അല്ല? അതാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. റെഡി അല്ലേ? പിന്നെ എന്തിനാണ് നമ്മളത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ച് ബോക്സ് വരച്ചിട്ടാണ് നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി നമ്മൾ അതിനെ ഫോർമുലൻ്റെ രൂപത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പം നോക്കിക്കോ, പെർമ്യൂട്ടേഷൻസ് വെൻ ഓൾ ദി ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഓൾ ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടൈഗർ എന്നുള്ള വേർഡ് നോക്ക്, ഇതിനകത്തുള്ള ലെറ്റേഴ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ വേറെയാണെന്ന് അർത്ഥം. ടി ഒറ്റ ഒന്നേ ഉള്ളൂ, ഐ ഒന്നേ ഉള്ളൂ, ജി ഇ ആർ ഒറ്റ ലെറ്റർ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതിനാണ് എന്ത് പറയുക? ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇപ്പം നോക്ക്, നമ്മളിങ്ങനെ എഴുതി, മലയാളം എന്ന് എഴുതാണെന്ന് വിചാരിച്ചോ. ഇതിനകത്ത് എം കണ്ടോ? 2 ഉണ്ട്. എ കണ്ടോ? 4 ഉണ്ട്. ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരേപോലത്തെ ഒബ്ജക്ട്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്നാണ്. ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. അത് അടുത്ത ടോപ്പിക്കിനകത്ത് വരും. റെഡി അല്ലേ? ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യില്ല. അതായത് ഈ ടൈപ്പ് ടൈഗർ, എഡ്യൂക്കേഷൻ, ഡോട്ടർ, ഇങ്ങനത്തെ ഒക്കെ വേർഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളതെന്ന് വായിച്ചേ. ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n different objects taken r at a time and the objects do not repeat is NPR. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ്. ഒബ്ജക്ട്സ് എന്ത് ചെയ്യൂല? റിപ്പീറ്റ് ചെയ്യൂല. അതായത് ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇപ്പം ടൈഗർ എന്നുള്ള വേർഡ് ആയിക്കോട്ടെ. ടൈഗർ എന്നുള്ള വേർഡ് ഉണ്ട്, ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ. 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വാല്യൂ ആണ് NPR. NPR എന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയത് ഞാൻ 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കണം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നത് ഇതുവരെ? നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെ 3 ബോക്സ് വരക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഫില്ല് ചെയ്യാൻ 5 വേസ് ഉണ്ട്, ഇവിടെ ഫില്ല് ചെയ്യാൻ 4 വേസ് ഉണ്ട്, ഇവിടെ ഫില്ല് ചെയ്യാൻ 3 വേസ് ഉണ്ട്. ഓർക്കുക, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞു therefore ടോട്ടൽ നമ്പർ ഓഫ് 3 ലെറ്റർ വേർഡ്സ് ഇസ് ഈക്വൽ ടു 5 × 4 × 3, 5 × 4 20, 20 × 3 60. റെഡി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം നോക്കിക്കോ, ഇനി ഫോർമുല വെച്ചിട്ട് എങ്ങനെ ചെയ്യും? നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ടോട്ടൽ 5. അതാണ് n. എത്ര ഒബ്ജക്ട്സ് ആണ് കയ്യിലുള്ളത്? അതാണ് എന്ത്? n. ഒരു ടൈമിൽ എത്രണ്ണം വരണം? 3 ലെറ്റർ വരുമ്പോഴല്ലേ ഒരു വേർഡ് ഉണ്ടാവണത്. അതിനെയാണ് നമ്മൾ r എന്ന് വിളിക്കുന്നത്. r is equal to 3. ഓക്കെ ആണോ? അപ്പോൾ therefore ടോട്ടൽ നമ്പർ ഓഫ് 3 ലെറ്റർ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ കിട്ടാൻ
NPR 5P3 ചെയ്താൽ മതി. 5P3ൻ്റെ വാല്യൂ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5, 4, 3 ഇങ്ങനെ ചെയ്താൽ മതി. 5ൽ നിന്നും താഴോട്ട് 3 നമ്പറുകൾ എഴുതുക. അപ്പോൾ ആൻസർ എത്ര വരും? 60. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു രീതി നമ്മൾ ഫോർമുല രൂപത്തിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ചെയ്താലും ഓക്കെയാണ്, അത് ചെയ്താലും ഓക്കെയാണ്, രണ്ടും സെയിം ആണ്. രണ്ടിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരുമ്പോൾ സോൾവ് ചെയ്യാം. ഏത് രീതിയിൽ സോൾവ് ചെയ്യണമെന്ന് ക്വസ്റ്റിനകത്ത് പറയൂല, നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഇതാണ് NPRൻ്റെ യൂസ്. റെഡി അല്ലേ? NPR എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. ഇത്ര ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഒരു ടൈമിൽ നമ്മൾ ഇത്ര എണ്ണാണ് പെർമ്യൂട്ട് ചെയ്യുന്നത്. അതാണ് NPR. റെഡി അല്ലേ? അതിൽ n-ൻ്റെയും r-ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു ടാസ്ക് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, പെട്ടെന്ന് ആൻസർ കിട്ടും. പിന്നെ ഓർക്കേണ്ട കാര്യം, if repetition is allowed then NPR cannot be used. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ NPR എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ ആണോ? റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ NPR യൂസ് ചെയ്യാൻ പാടില്ല, ആൻസർ കിട്ടൂല. റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്ത കേസിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ, NPR യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ റിപ്പീറ്റേഷൻ വരുമ്പോൾ എന്താ ചെയ്യുക, അതാണ് അടുത്ത് പറയുന്നത്. ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം വേർ റിപ്പീറ്റേഷൻ ഈസ് അലൗഡ് ഈസ് ഗിവൺ ബൈ n⁻r. ഇതും വേണമെങ്കിൽ നമ്മളൊന്ന് ചെയ്തു നോക്കുക. എങ്ങനെയാണ് ചെയ്യുക? ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വാട്ടർ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. നമുക്ക് 3 ലെറ്റർ വേർഡ്സ് വരണം. 3 ലെറ്റർ വേർഡ്സ്. റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് ഇരിക്കുക. റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു സാധാരണ രീതിയിൽ ഇങ്ങനെ ബോക്സ് വരക്കും 3 എണ്ണം. ഇവിടെ ഫില്ല് ചെയ്യാൻ 5 എണ്ണം. ഇത് എത്ര ലെറ്റർ ഉണ്ട്? 5 ലെറ്റർ. ഇവിടെ ഫില്ല് ചെയ്യാനും 5, ഇവിടെ ഫില്ല് ചെയ്യാനും 5. കാരണം എന്താ, റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവുക? 5 × 5 × 5. ആൻസർ എത്ര വരിക? 5³ ഓക്കെ ആണോ? ഇതല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചെയ്താൽ, ഓർ n-ൻ്റെ വാല്യൂ 5, 5 ഒബ്ജക്ട്സ് ആണല്ലോ, ഒരു ടൈമിൽ എത്ര എണ്ണം വരണം? 3 എണ്ണം വരണം. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അലൗഡ് ആണെങ്കിൽ നമ്പർ ഓഫ് വേസ് എത്ര, നമ്പർ ഓഫ് വേർഡ്സ് എത്ര വരും? n⁻r 5�3. ഒറ്റയടിക്ക് കിട്ടും ആൻസർ. രണ്ട് രീതിയും സെയിം ആണ്. ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല, ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു NPRൻ്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. റെഡി അല്ലേ? റെസ്ട്രിക്ഷൻസ് വരുമ്പം NPR യൂസ് ചെയ്യാൻ കഴിയൂല. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതുള്ള പെർമ്യൂട്ടേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഡി അല്ലേ? ഇനി അതിനകത്ത് ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്താൽ നല്ലതാണ്. NPN-ൻ്റെ വാല്യൂ n⁻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് n ഒബ്ജക്ട്സിൽ എല്ലാം കൂടെ പെർമ്യൂട്ട് ചെയ്താൽ ആൻസർ എത്ര? n⁻. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം ഈക്വൽ ടു n⁻ ആയിരിക്കും. അതായത് നമ്മൾ പറയുകയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാൽ ടൈഗർ ഉണ്ട്. ഓക്കെ, 5 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കണം. 5 ലെറ്റർ വേർഡ്സ്, നോ റിപ്പീറ്റേഷൻ, റിപ്പീറ്റേഷൻ ഇല്ലാതെ. ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? 5 ലെറ്റേഴ്സ് ആണുള്ളത്. അതിന് നമ്മൾ എത്ര ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കണം? 5. 5 ഉണ്ട്, 5 ലെറ്റർ വേർഡ്സ്. അപ്പോൾ ആൻസർ എത്ര വരിക? 5p5 5 ആയിരിക്കും. കൂടുതൽ ആലോചിക്കാമല്ലോ, ഒറ്റയടിക്ക് എഴുതിയാൽ മതി. നോക്കിക്കോ, ഇപ്പോൾ ഞാൻ പറയാണ് എഡ്യൂക്കേഷൻ. എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 9 ലെറ്ററിൽ 9 ലെറ്റർ വേർഡ്സ് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആണെങ്കിൽ ആൻസർ എത്രയാ? 9 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം, നല്ലതാണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ ഒരു NPR വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. റെഡി അല്ലേ? ക്വസ്റ്റ്യൻ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4-digit numbers, how many 4-digit numbers can be formed using the digits 1 to 9? അപ്പോൾ എത്ര ഉണ്ട്? 9 ഡിജിറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്.
ഇഫ് റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. ഇങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. എത്ര ഡിജിറ്റാണ് വേണ്ടത്? 4 ഡിജിറ്റാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് ടോട്ടൽ? 9. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 9. ഓക്കെ ആണോ? 4 ഡിജിറ്റ് അല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു ടൈമിൽ 4 എണ്ണമാണ് ഞാൻ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 6ൻ്റെ വാല്യൂ 4. ടോട്ടൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു NPR 9P4 9 8 7 6. ഇത് ബോക്സ് വരച്ചാലും ഇത് തന്നെയാണ് കിട്ടുക ആൻസർ. അപ്പോൾ ആൻസർ എത്ര ഉണ്ടാവും? 9 × 8 72, 7 6 42, 2 4 14 8 22 30 3024 ആൻസർ വരിക. ക്ലിയർ അല്ലേ? അടുത്ത ദിവസം നോക്കുക. രണ്ടാമത്തെ ദിവസം എന്താ വരിക നോക്കാം. ഹൗ മെനി 3 digit numbers are there? How many 3 digit numbers are there? 3 digit ആണ് വേണ്ടത്. With no digit repeated. No repetition ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൗ മെനി 3 digit numbers are there with no digit repeated. അപ്പോൾ 0 തൊട്ട് 9 വരെയുള്ള എല്ലാം യൂസ് ചെയ്യുക. എത്ര ഉണ്ട്? 10 ഡിജിറ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? 3 ഡിജിറ്റാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. നമ്മൾ സാധാരണ ബോക്സ് വരക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഫില്ല് ചെയ്യാൻ 10 ഡിജിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ത് പറ്റൂല? 0 പറ്റൂല. അതുകൊണ്ട് ഇവിടെ 9 വേസ് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇനി എത്ര പൊസിഷൻ ഉണ്ട്? 2 പൊസിഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇനി ബാക്കി എത്ര ഉണ്ട്? 9 ഡിജിറ്റും ഉണ്ട്, 2 പൊസിഷനും. അപ്പോൾ ഇവിടെ എത്ര? N is equal to 9. 9 ഡിജിറ്റ് ഉണ്ട്. എത്ര പൊസിഷൻ ഉണ്ട്? 2 പൊസിഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ വേസ് എത്ര ഉണ്ടാവുക? ഈക്വൽ ടു 9 × 9P2 ആണ് വരിക. ഓക്കെ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കേസിൽ എനിക്ക് ഇവിടെ 9 എഴുതും, ഇവിടെ 9 എഴുതും, ഇവിടെ 8 എഴുതും. അങ്ങനെയല്ലേ വരിക? ബോക്സ് വരച്ചാൽ അതന്നെയല്ലേ ഇതിലും കിട്ടുക? 9 × 9 × 8. 2 രീതി ചെയ്താലും ഒരുപോലെ തന്നെയാണ്. റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഒറ്റയടിക്ക് NPR എടുത്ത് കൊടുക്കരുത്. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ അത് എത്ര വരിക? 81 × 8 648 ആൻസർ. ക്ലിയർ? അടുത്ത് നോക്കുക. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ദിവസം വായിച്ചോ. ഹൗ മെനി 3 digit even numbers 3 digit even numbers can be made using the digits 1 2 3 4 6 7 5 ഇല്ല കേട്ടോ അതിനകത്ത്. ഹൗ മെനി 3 digit even numbers can be made using the digits 1 2 3 4 6 7 if the digits is repeated. റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് അർത്ഥം. റിപ്പീറ്റേഷൻ എന്താണ്? അലൗഡ് ആണ്. 3 digit ഈവൺ ആവുകയും വേണം. ഓക്കെ ആണോ? അപ്പോൾ 3 digit ആണ് വരേണ്ടത്. ഈവൺ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈവണിനെ പിടിക്കേണ്ടതെന്ന് വരും. ഇവിടെ എന്തൊക്കെയാണ് വരേണ്ടത്? ഇവിടെ ഈവൺ വരണം. അപ്പോൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം 6ഉം ഉണ്ട്. ഈ 3 എണ്ണം കൊണ്ട് ഇവിടെ എത്ര രീതി ഫില്ല് ചെയ്യുക? 3 ways. ഇനി റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. ഇവിടെ ഇനി എത്ര ഡിജിറ്റ്സ് ബാക്കിയുണ്ട്? 1 2 3 4 5 6 എണ്ണം ബാക്കിയുണ്ട്. കാരണം എന്താ? ഇതിവിടെ വന്നാലും അതിവിടെ വരുന്നതിന് പ്രശ്നമില്ല. എത്ര പൊസിഷൻ ഉണ്ട്? 2 പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര? n⁻6 6⁻2 ആ വരിക. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും എന്ന് പറയാൻ നിങ്ങൾക്ക്? 3 × 6⁻2. അതല്ലെങ്കിലോ ഇവിടെ 3, ഇവിടെ ഫില്ല് ചെയ്യാൻ 6, ഇവിടെ ഫില്ല് ചെയ്യാനും 6. കാരണം റിപ്പീറ്റേഷൻ അല്ലോട്. അപ്പോൾ 6 × 6 × 3 അത് തന്നെയല്ലേ ഇത്? 6 × 6 × 3 ഇത് എത്ര? 3 × 36 108 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? അടുത്ത ദിവസം നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ദിവസത്തിൽ ഫ്രം എ കമ്മിറ്റി ഓഫ് 8 persons 8 ആൾക്കാരാണുള്ളത്. 8 persons. In how many ways we can choose a chairman and vice chairman? Assuming one person cannot hold more than one position. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒന്നിൽ കൂടുതൽ പൊസിഷൻ ഉണ്ടാവാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതിടാ. 2 പൊസിഷനാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇത് ചെയർമാൻ്റെ പൊസിഷൻ, ഇതോ വൈസ് ചെയർമാൻ്റെ പൊസിഷനും. ഇവിടെ ഞാൻ
8 ആൾക്കാരെ ഒരാളെ പേര് എഴുതണം എന്നർത്ഥം. ഇവിടെയോ ബാക്കിയുള്ളതിന് ഒരാളെ പേരും, രണ്ടും കൂടെ ഒരാളെ പേര് വരാൻ പാടില്ല. കാരണം 2 പൊസിഷൻ ഒരാൾക്ക് കിട്ടാൻ പാടില്ല എന്ന് ക്വസ്റ്റിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്ലിയർ അല്ലേ? അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിനകത്ത് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 8 ആൾക്കാരുണ്ട്. എത്ര പൊസിഷൻ ഫില്ല് ചെയ്യാണ്ട്? 2 പൊസിഷൻ ഫില്ല് ചെയ്യാണ്ട്. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ടോട്ടൽ കമ്മിറ്റിയിൽ എത്ര ആൾക്കാരാണുള്ളത്? 8 ആൾക്കാരാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? n=8 എടുത്തത്. എത്ര ആൾക്കാരാണ് ഞാൻ പൊസിഷനാണ് ഫില്ല് ചെയ്യേണ്ടത്? 2 പൊസിഷൻ. ഏതൊക്കെ? ചെയർമാൻ്റെ പൊസിഷനും വൈസ് ചെയർമാൻ്റെ പൊസിഷനും. റെഡി അല്ലേ? അതുകൊണ്ട് ഞാൻ എന്തെടുത്തു? 6ൻ്റെ വാല്യൂ 2 എന്ന് എടുത്തു. ഓക്കെയാണ്. ഞാനിവിടെ അറേഞ്ച് ചെയ്ത ടോട്ടൽ വേസ് എത്ര? ടോട്ടൽ വേസ് ഈക്വൽ ടു NPR 8P2 8 × 7 56 ആയിരിക്കും ആൻസർ കിട്ടുക. റെഡി അല്ലേ? 8 × 7 56 ആൻസർ വരിക. റെഡി? ഓക്കെ. ഇനി അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം ബോക്സ് വരച്ചിട്ട് ചെയ്യണതിനായിരിക്കും ചിലർക്ക് എളുപ്പം, ചിലർക്ക് ഇങ്ങനെ NPR കൊടുക്കണമായിരിക്കും എളുപ്പം. 2 രീതിയും പഠിച്ചു വെക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും പരീക്ഷയ്ക്ക് എഴുതാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മെനി വേർഡ്സ് can be formed using all the letters of the word equation, using each letter exactly once. Each letter exactly once എന്ന് പറയുമ്പം no repetition. ഓക്കെ അല്ലേ? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. ഒരു ടൈമിൽ എത്ര എണ്ണം വരണ്ടേ? 8 എണ്ണം. ഓൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വേസ്, ടോട്ടൽ വേർഡ്സ്, ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 8P8 അല്ലെങ്കിൽ 8 ഫാക്ടോറിയലാണ് ആൻസർ വരിക. റെഡി അല്ലേ? 8 ഫാക്ടോറിയൽ. അപ്പം എന്ത് ചെയ്യാം? ആൻസർ എഴുതിക്കോളൂല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. 1 തൊട്ട് 8 വരെയാണ് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ തന്നെ എല്ലാത്തിനും വാല്യൂ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് പഠിക്കുകയാണെങ്കിൽ നേരിട്ട് ചെയ്ത്, അല്ലെങ്കിൽ 1 തൊട്ട് 8 വരെയാണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കേട്ടോ. ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ. അടുത്ത് നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000? How many numbers lying between 100 and 1000 can be formed? ഓക്കെ. അപ്പോൾ 3 ഡിജിറ്റ് ആവണം എന്നർത്ഥം. How many numbers lying between 100 and 1000 can be formed with the digits 0 1 2 3 4 5? If repetition not allowed. റിപ്പീറ്റേഷൻ എന്തല്ല? അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 0 ഫസ്റ്റ് പൊസിഷനിൽ വരാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ നോക്കിക്കോ. 3 ഡിജിറ്റ് ആണ് വരേണ്ടത്. ഇതാ ഇവിടെ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അപ്പോൾ പിന്നെ എത്ര ഉണ്ട്? 2 5 എണ്ണല്ലേ ഉള്ളത്. ഇനി ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 5 ഡിജിറ്റ്സ് ഇനിയുണ്ട്. എത്ര പൊസിഷൻ ഉണ്ട്? 2 പൊസിഷനാണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്ര വരും? 5 × 5P2 അല്ലേ? അല്ലെങ്കിൽ ബോക്സ് വരച്ചിട്ട് 5 5 4 അങ്ങനെ ആയാലും മതി. അപ്പോൾ എത്ര വരിക? 5 × 5 × 4. ആൻസർ എത്ര കിട്ടി? 100. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് മാറ്റങ്ങളുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചോ. അതിൽ കുറച്ചൊരു മാറ്റമുണ്ട്. ഇതുവരെ ചെയ്ത പോലെയല്ല. ക്വസ്റ്റ്യനിൽ കുറച്ചൊരു മാറ്റമുണ്ട്. ഫൈൻഡ് ദി നമ്പർ ഓഫ് 8 letter arrangements എന്ന് വെച്ചാൽ 8 letter words that can be made from the letters of the word daughter, so that രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. all vowels occur together. all vowels do not occur together. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത്. ഇതിനകത്തുള്ള വവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. വവൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? A, E, I, O, U 5 എണ്ണല്ലേ ഉള്ളത്. ഇതിനകത്ത് വവൽസ് ഏതൊക്കെ? A ഉണ്ട്, U ഉണ്ട്, E ഉണ്ട്. വേറെ ഉണ്ടോ? ഇല്ല. 3 വവൽസ് ആണുള്ളത്. ഇതിനകത്ത് പറയുന്നത് ഫസ്റ്റത്തെ കേസിൽ പറഞ്ഞ ഓൾ വവൽസ് ഒക്കർ ടുഗദർ എന്നാ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എഴുതി D, A, U, E, G, H, T, R. ഇതിൽ കണ്ട നിങ്ങളിപ്പോൾ 3 വവലും കൂടെ ഒരുമിച്ച് വന്നില്ലേ?
ഇങ്ങനത്തെ എത്ര വേർഡ്സ് ഉണ്ടാവും എന്നാ ചോദിച്ചത്. ഓക്കെ ആണോ? ഇത് പറ്റൂല. DAUGEHTR ഇതിനകത്ത് ഇപ്പോൾ 2 വവൽ ഒരുമിച്ച് ഒരു വവൽ വേറെയാ. ഇത് പറ്റൂല. ഇങ്ങനത്തെ ടൈപ്പാണ് ചോദിച്ചു. 3 വവലും കൂടെ ഒരുമിച്ച് കിട്ടണം. ഇങ്ങനെ കിട്ടാവുന്ന എത്ര വേർഡ്സ് ഉണ്ട് എന്നാ. ഇനി ഇങ്ങനെ വരാത്ത എത്ര ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എനിക്ക് 8 ഫാക്ടോറിയലാണ് കിട്ടുക. അതെങ്ങനെയാണ് മനസ്സിലായതെന്ന് അറിയോ? ഇതിനകത്ത് നോക്കിക്കോ. 1 2 3 4 5 6 7 8 ലെറ്റേഴ്സാണുള്ളത്. ഞാൻ ഉണ്ടാക്കാൻ പോണ 8 ലെറ്റർ വേർഡ്സുമാണ്. അങ്ങനെ 8 ലെറ്റർ ഉപയോഗിച്ചിട്ട് 8 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കിയാൽ ടോട്ടൽ എത്ര ഉണ്ടാവും? 8 ഫാക്ടോറിയൽ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു 8P8 8 ഫാക്ടോറിയൽ. ഈ 8 ഫാക്ടോറിയൽ ഇത് രണ്ടും ഉണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ വവലും ഒരുമിച്ച് വരുന്നതും എല്ലാ വവലും ഒരുമിച്ച് വരാത്തതും അത് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ഇത് കിട്ടണ്ടേ? കാരണം മനസ്സിലാണ്. വവൽസ് ഒരുമിച്ച് വരുന്നതും ഒരുമിച്ച് വരാത്തതും രണ്ട് കാറ്റഗറിയല്ലേ ഉണ്ടാവുള്ളൂ. ഈ 2 കാറ്റഗറിയും കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്ര വരണം? 8 ഫാക്ടോറിയൽ വരണം. അത് ആദ്യം മനസ്സിൽ നിന്നോട്ടെ. റെഡി അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാ വവൽസ് ഒരുമിച്ച് വരുന്നത് കണ്ടുപിടിക്കാൻ നോക്കുക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വേറെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ. ഇപ്പം എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഒരു 3 ബോയ്സും ഉണ്ട് 5 ഗേൾസും ഉണ്ട് എന്നിരിക്കും. ഓക്കെ, ബോയ്സിന് ഞാൻ B1 B2 B3 എന്ന് പേരിട്ടു. ഇവർക്ക് ഞാൻ G1 G2 G3 G4 G5 എന്നും പേരിട്ടു. ഞാൻ പറയാണ് ഇവരെനിക്ക് എന്ത് ചെയ്യണം? ഒരു റോൾ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ദം ഇൻ എ റോ സോ ദാറ്റ് ഓൾ ബോയ്സ് ആർ ടുഗദർ. എല്ലാ ബോയ്സും എന്ത് ചെയ്യണം? ഒരുമിച്ച് വരണം. അപ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ? ഓൾ വവൽസ് ഒക്കർ ടുഗദർ എന്ന് പറഞ്ഞ പോലെ ആയില്ലേ? ഓൾ ബോയ്സ് ടുഗദർ. ഇതേപോലെ തന്നെ രണ്ടും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ആ ടൈപ്പ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാറ്? ഈ വവൽസ് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് നിർത്തും. ഏതൊക്കെയാ? AUE. എന്നിട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിൽ ആക്കും. ബാക്കി ഏതൊക്കെയാണുള്ളത്? DGHTR. ഓക്കെ ആണോ? ബാക്കിയെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യും? സെപ്പറേറ്റ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ DGHTR സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്യൽ 8 ലെറ്ററിനാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ ഒരൊറ്റ ലെറ്റർ ആയിട്ട് ഞാൻ കൗണ്ട് ചെയ്യും. ഇതൊരൊറ്റ ലെറ്ററാണെന്ന് വിചാരിക്കുക. ഇത് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ. ക്ലിയർ ആണോ? എന്നിട്ട് അറേഞ്ച് ചെയ്യുമ്പം ഇതിനെ ഒരു ലെറ്റർ ആക്കി കൺസിഡർ ചെയ്യും ഞാൻ. അപ്പം എന്താ സംഭവിക്കുക? ഇത് ഒന്നായിട്ടായിരിക്കും അറേഞ്ച്മെന്റിൽ എല്ലാ സ്ഥലത്തോട്ടും പോവുക. അപ്പം ഇത് സ്പ്ലിറ്റ് ആവില്ല. ഞാൻ ഇതിനെന്ത് ചെയ്ത് ഒരു ബോക്സിനുള്ളിലാക്കി വെച്ചു. അപ്പം ഈ ബോക്സിനാണ് ഞാൻ അറേഞ്ച് ചെയ്യണത്. അപ്പം ഈ 3 ലെറ്റർ എപ്പോഴും എന്ത് ചെയ്യും? ഒരുമിച്ച് നിൽക്കും. ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെ എഴുതുക നോക്കിക്കോ. കൺസിഡർ AUE ആസ് എ സിംഗിൾ ബ്ലോക്ക് and arrange this block with remaining 5 letters in 6 factorial ways. ഓക്കെ അല്ലേ? ഇതിപ്പോൾ എത്രണ്ണായി? 6 ഒബ്ജക്ട്സ് അല്ലേ? ഈ 5 ലെറ്ററും ഈ ബ്ലോക്കും കൂടെ 6 എണ്ണം. ഈ 6 എണ്ണത്തിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ വേസിൽ 6P6. റെഡി അല്ലേ? ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ 3 ലെറ്റർ ഒരുമിച്ച് വരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഓർഡറിൽ വരണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ എനിക്ക് ഈ 3 ലെറ്ററിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെർമ്യൂട്ട് ചെയ്യാം. എത്ര വേസിൽ? 3 എണ്ണം അല്ലല്ലോ. അപ്പോൾ 3 ഫാക്ടോറിയൽ വേസിൽ അലോങ് വിത്ത് ഇങ്ങനെ തന്നെ എഴുതിക്കോളുണ്ട് കേട്ടോ. അലോങ് വിത്ത് ദീസ് permutations comma we can arrange AUE among themselves in 3 factorial ways. Ready അല്ലേ? Therefore total arrangements equal to ഇതും ചെയ്യണം ഇതും ചെയ്യണം. അപ്പൊ ആൻസർ എത്ര വരും? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എത്രയാ? 6 ഫാക്ടോറിയൽ 720. 3 ഫാക്ടോറിയൽ എത്രയാ? 6. അപ്പൊ എത്ര വരും? 6 2 12 42 4320 വരും. ക്ലിയർ ആണോ? ഇതാണ് കിട്ടേണ്ടത്. റെഡി?
ഇതാണ് ഫസ്റ്റത്തേന് ആൻസർ. ഓൾ വവൽസ് ഒക്കർ ടുഗദർ. റെഡി ആണോ നോക്ക്. വീഡിയോ വേണേൽ ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്ക്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വവൽസ് ഒരുമിച്ചുള്ളത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. 4320 ആൻസർ കിട്ടിയത്. റെഡി അല്ലേ? രണ്ടാമത്തെ പാർട്ടിൽ ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ എന്നാ. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ഡോട്ടർ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഈക്വൽ ടു 8 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ എത്ര? 40320. ക്ലിയർ അല്ലേ? അതിനകത്ത് ഓൾ വവൽസ് ഒക്കർ ടുഗദർ എത്രയാ? 4320. Therefore all vowels do not occur together എത്രയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എനിക്ക് ഇതാ കിട്ടണ്ടേ. അപ്പൊ ഇത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ കൗണ്ടിൽ നിന്നും എല്ലാ വവലും ഒരുമിച്ചുള്ളത് മൈനസ് ചെയ്താൽ എല്ലാ വവലും ഒരുമിച്ച് വരാത്തത് കിട്ടും. അപ്പൊ ആൻസർ എത്ര ഉണ്ടാവുക? 36,000 ആയിരിക്കും ഉണ്ടാവുക. റെഡിയാണോ? യെസ്. ഇങ്ങനെയാണ് ഓൾ വവൽസ് ടുഗദറും ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദറും ചെയ്യൽ. ക്ലിയർ? അടുത്ത് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിഫറെന്റ് 8 letter arrangements that can be made from the letters of the word equation so that all vowels occur together. അടുത്തത് all vowels do not occur together. ഓക്കെ അല്ലേ? വേർഡ് ഏതാ? ഇക്വേഷൻ ആണ്. അതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 ലെറ്ററാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എത്ര വവൽസ് ഏതൊക്കെയാ? ഇ യു എ ഐ ഒ എല്ലാം ഉണ്ട് അല്ലേ? ഏതൊക്കെയുള്ളത്? എ യു എ ഇ ഐ ഒ യു എല്ലാം ഉണ്ട്. എ ഇ ഐ ഒ യു എല്ലാം ഉണ്ട്. പിന്നെ ഏതൊക്കെയാ ലെറ്റേഴ്സ് ഉള്ളത്? ക്യു ടി എൻ. റെഡി അല്ലേ? ടോട്ടൽ ലെറ്റർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര വരണം? 8 ഫാക്ടോറിയൽ വരണം. മറന്നു പോയത്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ കൗണ്ട് ചെയ്യുമ്പോൾ ഇതിനെ ഒറ്റൊന്നായിട്ട് കൗണ്ട് ചെയ്യും. 1 2 3 4. കൺസിഡർ എ ഇ ഐ ഒ യു ആസ് എ സിംഗിൾ ബ്ലോക്ക്. Arrange this block with remaining 3 letters. 3 letters അല്ലേ ബാക്കിയുള്ളത്? With remaining 3 letters in 4 factorial ways. ആ ബ്ലോക്കും 3 റിമൈനിങ് ലെറ്ററൂടെ 4 ഉണ്ട്. അപ്പോൾ 4 factorial ways. Along with these permutations, comma, we can arrange A, E, I, O, U among themselves in 5 factorial ways. എത്ര ഫാക്ടോറിയൽ? 5 ഫാക്ടോറിയൽ. കാരണം അത് 5 ലെറ്റർ ആണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. Therefore total words equal to എത്ര വരെടാ? വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര ഉണ്ടാവും? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എത്ര? 24. 5 ഫാക്ടോറിയൽ എത്ര? 120. അപ്പോൾ ആൻസർ എത്ര ഉണ്ടാവൂടാ? 4 × 2 8. ഓക്കെ അല്ലേ? 4 4 8 2 8 8 0 ആയിരിക്കും ആൻസർ വരിക. റെഡിയാണോ? യെസ്. ഇനി അതിൻ്റെ അടുത്ത പാർട്ട് എന്താ ഉണ്ടാവുക നോക്കുക. സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്യേണ്ടത് നോക്കിക്കോ. സെക്കൻഡ് പാർട്ട് കിട്ടാൻ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഓഫ്
ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ഇക്വേഷൻ ഈക്വൽ ടു 8 ഫാക്ടോറിയൽ. അതിൽ ഓൾ വവൽസ് ഒക്കർ ടുഗദർ എത്രയാ? 2880. ഇതെത്ര വരിക? 40,320 അല്ലേ? ഇനി എന്താ വേണ്ട നമുക്ക്? therefore all vowels do not occur together എത്ര ഉണ്ടാവും? ഈക്വൽ ടു 40,320 എന്ത് മൈനസ് ചെയ്താൽ മതി? 2880 മൈനസ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ എത്ര ഉണ്ടാവുക നോക്ക്. 0 ഓക്കെ 4 ഓക്കെ അല്ലടാ ഇത് 0 12 8 4 12 8 4 ഇവിടെ എത്ര ഉണ്ടാവും? 37,440 ആയിരിക്കും ആൻസർ വരിക. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെ ആയിക്കോട്ടെ. ഒരു 3 ബോയ്സ് ഉണ്ട്, 5 ഗേൾസും ഉണ്ട്. അറേഞ്ച് ദം ഇൻ എ റോ. ഇങ്ങനെ എഴുതിക്കോട്ടോ. അറേഞ്ച് ദം. ദർ ആർ 3 ബോയ്സ് ആൻഡ് 5 ഗേൾസ്. അങ്ങനെ എഴുതിക്കോ. ദർ ആർ 3 ബോയ്സ് ആൻഡ് 5 ഗേൾസ്. അറേഞ്ച് ദം ഇൻ എ റോ സോ ദാറ്റ് ഓൾ ബോയ്സ് ആർ ടുഗദർ. ഓൾ ബോയ്സ് ആർ ടുഗദർ ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബോയ്സ് B1 B2 B3 ഇത് 3 കൂടെ ഒരുമിച്ച് വെക്കും. ബാക്കി ഗേൾസ് G1 G2 G3 G4 G5. അപ്പോൾ എത്ര ഉണ്ടാവുക ടോട്ടൽ നോക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മളിതിന് ഒറ്റ 1 2 3 4 5 6 എണ്ണം 6 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി ഈ 3 എണ്ണം 3 ഫാക്ടോറിയൽ. റെഡി അല്ലേ? ഇനി ഗേൾസ് ആണ് ഒരുമിച്ച് വരേണ്ടതെന്ന് ഇരിക്കുക. ഗേൾസ് ആണ് ഒരുമിച്ച് വരേണ്ടത്. ഗേൾസ് ടുഗദർ. ഓൾ ഗേൾസ് ടുഗദർ ആണെന്ന് ഇരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? B1 B2 B3 G1 G2 G3 G4 G5 ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1 2 3 4 ഇൻറ്റു 5 ഫാക്ടോറിയൽ. റെഡി അല്ലേ? ഓക്കെ, ഇതാണ് ഇതിനകത്ത് അറിയേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ടോപ്പിക്, അതായത് ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതെ വരുമ്പോൾ എങ്ങനെ പെർമ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഒക്കെ തന്ന് അറേഞ്ച് ചെയ്യുക. ഇനി ഒരേപോലെയുള്ളത് വരുമ്പോൾ എന്താ ചെയ്യുക? റെഡി? അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് ചെയ്ത പെർമ്യൂട്ടേഷൻസ് വെൻ ഓൾ ദി ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ ഒബ്ജക്റ്റും ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതിരിക്കുമ്പോഴുള്ള പെർമ്യൂട്ടേഷൻ. അതിൻ്റെ താഴെ ഇതൊന്ന് എഴുതി വെച്ചോ. എന്നിട്ട് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായിക്കോളും ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. എന്നിട്ട് ബാക്കി പ്ലേ ചെയ്താൽ മതി. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് n ഒബ്ജക്ട്സ് ഉണ്ട്. അതിനകത്ത് P1 ഒബ്ജക്ട്സ് ആർ ഓഫ് 1 കൈൻഡ്. P1 ഒബ്ജക്ട്സ് ഒരുപോലെ ഉള്ളത്, P2 ഒരുപോലെ ഉള്ളത്, അങ്ങനെ അങ്ങനെ അങ്ങനെ. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെടുത്തപ്പോൾ ഒരു വേർഡ് എഗെയിൻ ആയിക്കോട്ടെ. എഗെയിൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ നിങ്ങൾ, ഈ എ എന്ന് പറഞ്ഞ ലെറ്റർ 2 ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പെർമ്യൂട്ട് ചെയ്താൽ എത്ര വേർഡ്സ് ഉണ്ടാവും? അതായത് 1 2 3 4 5 5 ലെറ്റർ വേർഡ്സ് ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അതല്ലാത്ത ഇതിനകത്ത് ചോദിക്കൂല കേട്ടോ. ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത കേസിൽ, നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കേസിൽ എല്ലാം കൂടെ പെർമ്യൂട്ട് ചെയ്യുന്നതേ ചോദിക്കുള്ളൂ, അല്ലാത്തത് ചോദിക്കൂല. ഇങ്ങനെ 5 ലെറ്റർ വേർഡ്സ് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 ലെറ്റേഴ്സ് ഉള്ള. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? A 2 തവണ. അപ്പോൾ ഒരു 2 ഫാക്ടോറിയലും ഡിവൈഡ് ചെയ്താൽ മതി. 5 ഫാക്ടോറിയൽ എത്രയാ? 120 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 2. അപ്പോൾ ആൻസർ 60 ആണ് വരിക. റെഡിയാണോ? ഇങ്ങനെയാണ് ഈ ടൈപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ കുറേ എണ്ണം വരുന്നതൊക്കെ എങ്ങനെ ചെയ്യാം? എത്ര എണ്ണമാണോ റിപ്പീറ്റ് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അലഹബാദ്. അലഹബാദ്
ഇതിന് എഴുതുന്ന സമയത്ത് ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നോക്കിക്കോ, എങ്ങനെ അറിയോ, ഓരോന്ന് എണ്ണുമ്പോഴൊക്കെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക. എ എന്ന് പറയുന്ന ലെറ്റർ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 എട്ടം വരുന്നുണ്ട്. എൽ എത്ര തവണ ഉണ്ട്? 2 തവണ. എച്ച് ഒന്നല്ലേ ഉള്ളൂ. എ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബി ഒന്നേ ഉള്ളൂ, ഡി ഒന്നേ ഉള്ളൂ. റെഡി അല്ലേ? എ 4 തവണ വരുന്നുണ്ട്, എൽ 2 തവണ വരുന്നുണ്ട്. ടോട്ടൽ എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 എണ്ണം വരുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്ര എണ്ണം വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എത്ര ഉണ്ട്? 9 എണ്ണം. അപ്പം 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 2 അല്ലേ? അപ്പോൾ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതായിരിക്കും ആൻസർ. ഇനി ഇതിലോട്ട് എത്താൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ 1 2 ഇങ്ങനെയൊക്കെ എണ്ണുമ്പോൾ ചിലപ്പോൾ മിസ്സാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യലെന്ന് അറിയോ? ഇതിങ്ങനെ കൗണ്ട് ചെയ്യുന്നതിന് പകരം ഇതല്ലേ വേർഡ്, ഞാൻ ഇത് കിട്ടുമ്പോൾ ഇങ്ങനെ എഴുതി നോക്കും. ഫസ്റ്റ് വേർഡ് എ, എൽ, അടുത്തതും എൽ, അപ്പം ഞാൻ ഇതിൻ്റെ താഴെ എഴുതി. അടുത്തത് എ, ഇതിൻ്റെ താഴെ എഴുതി. അടുത്തത് എച്ച്, അടുത്തത് എ, അടുത്തത് ബി, അടുത്തത് എ, അടുത്തത് ഡി. ചെയ്ത എന്താണെന്ന് മനസ്സിലായിണ്ടാവുന്നിരിക്കണം. റിപ്പീറ്റ് ചെയ്യണൊക്കെ താഴോട്ട്. അപ്പോൾ ഈ കൗണ്ട് ഒരിക്കലും നമുക്ക് മിസ്സാവില്ല. ഇത് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6 3 9 എണ്ണം. അപ്പം 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ക്ലിയർ അല്ല? ഇങ്ങനെ എഴുതിയാൽ എണ്ണം കയ്യിൽ നിന്ന് പോവില്ല. റെഡിയാണോ? ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ 9 ഫാക്ടോറിയൽ അല്ലേ ഉള്ളത്? 9 8 7 6 5 4 ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 4 ഫാക്ടറിൽ കട്ടായി. ബാക്കി 2നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തതിനെ കട്ട് ചെയ്തു? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് 9 8 7 3 5. റെഡി അല്ലേ? ഇനി ഓരോന്നേരം ചെയ്ത് നോക്കാം. 9 ഇൻറ്റു 7 ഇൻറ്റു 3 21, 8 ഇൻറ്റു 5 40 അല്ലേ? 9 ഇൻറ്റു 40 എത്ര? 9 4 36, 360 ഇൻറ്റു 21. ഇനി 36 ഇൻറ്റു 21 ഇതാ പോരെ? 36 ഇൻറ്റു 21 6 3 12 72 6 5 7. അപ്പോൾ എത്ര വരിക? 756. ഒരു 0 കൂടെ ഉണ്ടാവും. ഇതായിരിക്കും ആൻസർ. 7560. 7560 ആണ് ആൻസർ വരിക. റെഡിയാണോ? യെസ്. ഇതുവരെ ഉള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാണ്ട്. ഇവിടെ നിങ്ങൾക്കുള്ള കാൽക്കുലേഷൻ പിന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റേറ്റ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ CBSE ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് കമ്മീഷൻ. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാം. ആദ്യം തന്നെ C O M M I S S I O N. ഇങ്ങനെയല്ലേ ഉള്ളത്? 2 2 2 2. ടോട്ടൽ എത്ര ഉണ്ട്? 10. റെഡി അല്ലേ? ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ എത്ര ഉണ്ട്? 10. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ക്ലിയർ? നോക്കാം. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? നമ്മളൊരു 9. ഞാൻ എങ്ങനെ എഴുതി? താഴത്തുള്ള 2 4 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 16 അല്ലേ ഉള്ളത്? 9 10 10 ഫാക്ടോറിയൽ 10 9 8 7 ഫാക്ടോറിയൽ എന്ന് എഴുതി. താഴെ എന്താ ഉള്ളത്? ഇതിനെ ഞാൻ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ഇൻറ്റു 2 എന്ന് എഴുതി. എന്നിട്ട് ഇതൂടെ കട്ട് ചെയ്ത് ഇതൂടെ കട്ട് ചെയ്തിട്ട് 5 ആക്കി. അപ്പോൾ 5 ഇൻറ്റു 9 എത്രയാണ്? 45 ഇൻറ്റു 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയുടെ വരിക? 40 320 അല്ലേ? ഇങ്ങനെ വെച്ച്. ഓക്കെ ആണോ? സോറി, 7 ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 5040 ആണ് വരിക അല്ലേ? ഇങ്ങനെ വെച്ച്. ഇനി മൾട്ടിപ്ലൈ ചെയ്തൂടെ?
504 into 45 എത്ര വരും നോക്കാം. 5 4 20. ഓക്കെ, 25. 4 4 16. 4 5 20. 0 8 6 2 2. അപ്പോൾ ആൻസർ എത്ര വരിക? 22 68 0. ഒരു 0 കൂടി വരാണ്ടാവും അല്ലേ? 22 68 0 0. റെഡിയാണോ? യെസ്. അടുത്ത് നോക്കാം. അടുത്ത വേർഡ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെറ്റേഴ്സിൻ്റെ റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കിക്കോ. CH A N D I G A R H ഇങ്ങനെയല്ലേ ഉള്ളത്? യെസ്. 2 2. ടോട്ടൽ എത്ര ഉണ്ടാ? 5 6 7 8 9 10 10 ടോട്ടൽ number of arrangements equal to 10 factorial by 2 factorial 2 factorial. അപ്പം എന്താ ചെയ്യുക? 10 9 8 7 2 into 2 4 അല്ലേ? അപ്പോൾ ഈ 4 ഇതായിട്ട് കട്ട് ചെയ്തോടെ 2 ആക്കാം. 10 ഇൻറ്റു 9 ഇൻറ്റു 2 18 ഇൻറ്റു ഇത് എത്ര ഉണ്ടാവുക? 5040. റെഡി? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 504 ഇൻറ്റു 18 ചെയ്താൽ പോരെ? 8 4 32 40 4 0 5 2 7 0 9. അപ്പോൾ ആൻസർ എത്ര വരിക? 9 0 7 2. ഒരു 0 വരുന്നു, ഒരു 0 വരുന്നു. അപ്പോൾ 2 0യും കൂടെ വരണ്ടോ? 907200. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനിൽ in how many ways can 4 red 3 yellow and 2 green discs, ഇങ്ങനെ കുറേ ഡിസ്കുകളുണ്ട്, അറേഞ്ച്ഡ് ഇൻ എ റോ ഇഫ് ദി ഡിസ്ക്സ് ഓഫ് ദി സെയിം കളർ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരുപോലെ ഉള്ളത്, ഐഡന്റിക്കൽ ആണെന്ന് അർത്ഥം. ഓക്കെ അല്ലേ? ഐഡന്റിക്കൽ ആണ്, അപ്പം ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നർത്ഥം. ഓക്കെ ആണോ? അപ്പോൾ അറേഞ്ച്മെന്റ്സ്, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എത്ര ഉണ്ട്? 4 3 2 9 എണ്ണം. റിപ്പീറ്റേഷൻ ഇത് 4 ഇത് 3 2 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെയ്ത് നോക്കാം. 9 8 7 6 5 4 ഇവിടെ നിർത്തുക. ബാക്കിയുള്ള 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6 2 ഫാക്ടോറിയൽ 2. അപ്പോൾ ഇതും കട്ടായി. ഓക്കെ ആണോ? ഇനി 6 6 കട്ട് ചെയ്യുക, 2 8 കട്ട് ചെയ്തോടെ 4 ആക്കി. അപ്പോൾ 9 ഇൻറ്റു 4 ഇൻറ്റു 7 ഇൻറ്റു 5 9 4 36 7 5 35 36 ഇൻറ്റു 35 ആൻസർ വരേണ്ടത്. ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? 36 35 മൾട്ടിപ്ലൈ 3 18 18 10. ഓക്കെ ആണോ? അപ്പോൾ എത്ര ഉണ്ടാവുന്നത്? 0 1 2 6 0. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. റെഡി അല്ലേ? അടുത്ത് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യാണ്ടാവും, നോക്കിയോ. ഇൻ ഹൗ മെനി ഓഫ് ദി ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഇൻ മിസിസിപ്പി ഡു ദി 4 ഐസ് നോട്ട് കം ടുഗദർ? 4 ഐ ഒരുമിച്ച് വരാത്ത എത്ര കേസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഓക്കെ ആണോ? അപ്പം നമ്മൾ വവൽസ് ഒരുമിച്ച് വരാത്ത കണ്ടുപിടിക്കണ പോലെ ചെയ്യേണ്ടി വരും. ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ എത്ര ഉണ്ട് നോക്കുക, പിന്നെ ഐ ഒരുമിച്ചുള്ള എത്ര ഉണ്ട് നോക്കുക,
പിന്നെ മൈനസ് ചെയ്തിട്ടായി ഒരുമിച്ചില്ലാത്തത് നോക്കേണ്ടി വരും. റെഡിയാണോ? അപ്പോൾ ആദ്യം ഇതിനകത്തുള്ള ഓരോ കൗണ്ട് നോക്കാം. നമ്മൾ ഓരോന്ന് എത്ര വരുന്നുണ്ട്. എം ഐ എസ് എസ് ഐ എസ് എസ് ഐ പി പി ഐ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ആയി? ഇത് 4, ഇത് 4, ഇത് 2. അപ്പം എത്ര? 10, 1, 11 അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എത്ര വരും? ടോട്ടൽ ഇസ് ഈക്വൽ ടു 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇതിന് ആൻസർ എത്ര നോക്കണ്ടേ? 11, 10, 9, 8, 7, 6, 5, 4 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 2 ഫാക്ടോറിയൽ 2. റെഡിയാണോ? 4 ഫാക്ടോറിയൽ കട്ടാവില്ല അല്ലേ? 4 ഫാക്ടോറിയൽ ഇൻറ്റു 24 ഇൻറ്റു 4 ഫാക്ടോറിയൽ കട്ടായി. ബാക്കിയുള്ളത് നോക്കിക്കോ. 8 ഇൻറ്റു 6 48, 24 ഇൻറ്റു 2 48 കട്ടായില്ലേ? ബാക്കിയുള്ള നോക്കിയാൽ മതി. 11, 10, 9, 7, 5 നോക്കാം. 10 അടന്നോട്ടെ. ഇത് 99 ഇൻറ്റു 7 ഇൻറ്റു 5 35 ഇൻറ്റു 10 നോക്കുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 99 ഇൻറ്റു 35 5 9 45 45 4 49 3 9 27 22 29 5 16 5 9 14 3 34 65 0. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. 34 650. ഓക്കെ അല്ലേ? ഇതൊന്ന് എഴുതി വെച്ച് എന്നിട്ട് അവിടെ വായിക്കുന്നുണ്ട് കേട്ടോ. സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ടാ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ഒരു ആൻസർ കിട്ടിയാൽ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട്? 34 650 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഐ ഒരുമിച്ച് നിൽക്കുന്ന എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഐ ഒരുമിച്ച് നിൽക്കുന്ന എത്ര ഉണ്ടെന്ന്. എത്ര ഐ ആള്? 4 ഐ അല്ലേ? 4 ഐസ് ഒക്കർ ടുഗദർ. ഓക്കെ ആണോ? അപ്പോൾ ഐ ഒരുമിച്ച് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം? 4 ഐ ഒരുമിച്ച് നിർത്തും. ഐ ഐ ഐ ഐ ബാക്കിയുള്ള ഇനി എം എസ് 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 പി പി. റെഡി അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നോക്കുക. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നോക്കാൻ എന്താ ചെയ്യേണ്ടത് അറിയാം? നോക്കിക്കോ. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 4 5 6 7 8. അപ്പോൾ 8 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി ഇതിനെ 4 പെർമ്യൂട്ട് ചെയ്യാൻ 4 ഫാക്ടോറിയൽ. റെഡി അല്ലേ? ഡിവൈഡഡ് ബൈ 4 അതിൻ്റെ റിപ്പീറ്റേഷൻ 4s 2p. ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടണ്ടേ? നോക്കിക്കോ. 8 ഫാക്ടോറിയൽ 8 4 4 കട്ട് ചെയ്തോ. ബാക്കിയുള്ള 8 7 6 5 4 ബാക്കി 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 2. ഇതൊന്നും കട്ടായി. ഇത് കട്ട് ചെയ്ത് അവിടെ 3 ആയില്ലേ? അപ്പോൾ എത്ര ഏടാ? 8 ഇൻറ്റു 5 40 ഇൻറ്റു 7 ഇൻറ്റു 3 21 0. മൾട്ടിപ്ലൈ എത്ര വരെ? 0 4 8 840. റെഡി അല്ലേ? അപ്പോൾ എത്ര ഉണ്ടാവും ആൻസർ നോക്കിക്കോ. 4 ഐസ് നോട്ട് ടുഗദർ. ഡു നോട്ട് ഒക്കർ ടുഗദർ. ഇതല്ലേ കണ്ടിരിക്കാൻ പറഞ്ഞ? ഇതിന് നമ്പർ ഓഫ് വേസ് എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ടോട്ടൽ എത്ര ഉണ്ട്? 34 650. ഇതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 840 മൈനസ് ചെയ്യണം. നോക്കിക്കോ. 0 - 0 0 5 4 ആയാൽ 1 8 3 33 810 ആയിരിക്കും. 33,810. ഇതായിരിക്കും ആൻസർ കിട്ടുക. ക്ലിയർ ആണോ? അടുത്ത് നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോ. Find the number of arrangements of the letters of the word independence so that
ആദ്യത്തെ പറയണ ഡു ദി വേർഡ് സ്റ്റാർട്ട് വിത്ത് പി, സ്റ്റാർട്ട് വിത്ത് പി, സ്റ്റാർട്ട് വിത്ത് ഇ. അടുത്തതിൽ പറയണ സ്റ്റാർട്ട് ചെയ്യണത് ഐ, എൻഡ് വിത്ത് പി. അടുത്തതിൽ വവൽസ് ടുഗദർ, വവൽസ് ടുഗദർ, നോട്ട് ടുഗദർ. ഇങ്ങനെയാണുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്. ഓൾ വവൽസ് ടുഗദറും ഓൾ വവൽസ് ഡസ് നോട്ട് ഒക്കർ ടുഗദർ, ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ നമ്മളിത് ആദ്യം എത്ര എണ്ണം ഉണ്ട് നോക്കണ്ടേ. ഐ, എൻ, ഡി, ഇ, പി, ഇ, എൻ, ഡി, ഇ, എൻ, സി, ഇ. റെഡിയാണോ? എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. നോക്കിക്കോ ഇവിടെ അല്ല അതിൽ നോക്ക്. യെസ്, 12 ആയിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്, 2 ഡി ഉണ്ട്, 4 ഇ ഉണ്ട്. ഇങ്ങനെയാണുള്ളത് കേട്ടോ. ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞ സ്റ്റാർട്ട് വിത്ത് പി എന്നാണ് പറയണത്. പിയിൽ സ്റ്റാർട്ട് ചെയ്യണം. പിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി എത്ര ലെറ്റർ ഉണ്ടാവും? 11 ലെറ്റേഴ്സ് ഉണ്ടാവും. ആ 11 ലെറ്റേഴ്സ് ഇവിടെ 11 പൊസിഷനിലോട്ട് ഫില്ല് ചെയ്യണം. റെഡിയാണോ? അപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു 11 എണ്ണം ഉള്ളത്. ഇതാ ഈ ഒരു പി ആണ്ട് പോയി എന്ന് എഴുതിക്കോ. ബാക്കി 11 എണ്ണം. അപ്പോൾ 11 ഫാക്ടോറിയൽ ബൈ, അതിനകത്ത് ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യും? 3n, 2d, 4e റിപ്പീറ്റ് ചെയ്യും. ഇതായിരിക്കും ആൻസർ കിട്ടേണ്ടത്. ക്ലിയർ ആണോ? നോക്കുക. 11, 10, 9, 8, 7, 6, 5, 4. 3 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 2 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ 2, പിന്നെ 4 ഫാക്ടോറിയൽ കട്ടാവാളുള്ളത്. റെഡിയാണോ? ഇനി നോക്കാം. 3 × 2 6 ഇട്ട് കട്ട് ചെയ്യാലോ. ഈ 2 8 ഇട്ട് കട്ടിയിട്ട് 4 ആക്കി. 11, 10, 9, 4, 7, 5. 11 × 9 99. 4 × 5 20 ഇൻറ്റു 7 ഇൻറ്റു 10 ഇങ്ങനെയുള്ളത്. ഓക്കെ. അപ്പോൾ 7 × 99 നോക്കാം. 7 × 9 എത്ര? 63, 6. ഓക്കെ. 7 × 9 63, 6 69 ഇൻറ്റു 200 ആയിക്കോട്ടെ. അപ്പോൾ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ എത്ര വരും? 2 × 3 6, 2 × 9 18, 2 × 6 12 1 13, പിന്നെ 2 0 ആയി ഉണ്ടാവും. 13 8 6 0 0 ഇതാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? 1,38,600 നമ്പർ ഓഫ് വേസ് ഉണ്ടാവും. ക്ലിയർ ആണ് ഇരിക്കണം. അടുത്ത ക്വസ്റ്റൻ എന്താ ഉള്ളത്? സ്റ്റാർട്ട് വിത്ത് ഇ എന്നാണുള്ളത് അല്ലേ? സ്റ്റാർട്ട് വിത്ത് ഇ. ഇയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ പറയുക, നേരത്തെ പിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ പി ആണ്ട് പോകുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഇ പോയില്ലേ, പിന്നെ 3 ഇ ഉണ്ടാവുള്ളൂ റിപ്പീറ്റ് ചെയ്യാൻ. പറഞ്ഞ മനസ്സിലാണ്? അപ്പം ഈ ഒരു എണ്ണം കുറയും. ശ്രദ്ധിച്ചോ? ബി പാർട്ട് സ്റ്റാർട്ട് വിത്ത് ഇ ആണ്. അപ്പം ഇയിൽ സ്റ്റാർട്ട് ചെയ്യണം. ബാക്കി 11 പൊസിഷൻ ഉണ്ടാവും. അതിനകത്ത് 11 ലെറ്റേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിനകത്ത് 3 എൻ ഉണ്ട്, 2 ഡി ഉണ്ട്, 3 ഇ എ ഉള്ളൂ. മറന്നു പോകരുത്. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. 3 ഇ എ ഉണ്ടാവുള്ളൂ കേട്ടോ. 4 ഇ ഉണ്ടാവില്ല, കാരണം ഒരു ഇ നമ്മളിവിടെ ഫിക്സ് ചെയ്ത്. അതുകൊണ്ട് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇസ് ഈക്വൽ ടു എത്ര ഉണ്ടാവുക നോക്കിക്കോ. 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പം എന്തൊക്കെ ഉണ്ടാവുക നോക്കുക. 11 10 7 6 5 4 3. ഓക്കെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിക്കുന്നത് എത്ര ഉണ്ടാവുക?
3 ഫാക്ടോറിയൽ 6 2 6 ഇങ്ങനെയല്ലേ ഉണ്ടാവുക. റെഡി? ഓക്കെ, ഇങ്ങനെ നോട്ടെ. 6ഉം ഇതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഒരു 6 കൂടെ കട്ട് ചെയ്യുക. പിന്നെ ഒരു 2ഉം ഒരു 4ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ 2 ആക്കിക്കോ. റെഡി അല്ലേ? ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 11 10 9 8 7 5 2. ഈ 5×2 10 തന്നെ അല്ലേ? അപ്പോൾ അതിങ്ങോട്ട് പോട്ടെ. 10 10 100 കിടക്കട്ടെ. ബാക്കിയുള്ളത് 11 × 9. അപ്പം 99 നിൽക്കട്ടെ കേട്ടോ. 11 × 9 99 × 8 7 എത്ര? 56 × 10 × 10 100. ഇങ്ങനെ നിൽക്കട്ടെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 99 56 അല്ലേ? 99 × 56 59 49 4 14 15 5. അപ്പോൾ എത്ര വരും? 55 44 പിന്നെ 00 ഉണ്ടാവും. ഓക്കെ അല്ലേ? 55 44 00. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. ക്ലിയർ ആണോ? അടുത്ത് നോക്കാം. സി പാർട്ട്. അതിലെ സി പാർട്ട് നോക്കുക. സ്റ്റാർട്ട് വിത്ത് ഐ എൻഡ് വിത്ത് പി. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐയിലും എൻഡ് ചെയ്യേണ്ടത് പിയിലും. അപ്പോൾ ഐയിൽ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്യണത് പിയിലും. അപ്പോൾ ടോട്ടൽ 12 അല്ലേ ഉള്ളൂ. അപ്പം ഇനി 10 പൊസിഷൻ അല്ലേ ഉണ്ടാവുക. റിപ്പീറ്റ് ചെയ്യണ ഒന്നും തന്നെ പോയിട്ടില്ല. ഈ ഐയും പോയി പിയും പോയി, ബാക്കിയുള്ളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേസസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. 10 9 8 7 6 5 4. 3 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6, 2 ഫാക്ടോറിയൽ 2, 4 ഫാക്ടോറിയൽ കട്ടാവും. 6ഉം 6ഉം കട്ടായി. ഈ 2ഉം 8 കട്ട് ചെയ്ത് അവിടെ എത്രയായി? 4 ആയി. ബാക്കിയുള്ളത് 10 9 × 4 36 7 × 5 35. റെഡി അല്ലേ? 36 × 35 ചെയ്ത് നോക്കുക. 5 6 30 5 15 3 18 3 6 18 3 9 10. എത്ര ഉണ്ടാവുന്നത്? 0 16 2 1260. 1260ഉം ഒരു 0യും കൂടെ വരും. അപ്പോൾ 12,600 ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത് വവൽസ് ടുഗദറും വവൽസ് നോട്ട് ടുഗദർ. ഇതേ ടൈപ്പ് നമ്മൾ മുമ്പ് ചെയ്തതാ, പക്ഷെ അവിടെ റിപ്പീറ്റേഷൻ ഇല്ലേനു. ഒബ്ജക്ട്സ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. ഇവിടെ ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല. കണ്ടോ? ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഒന്ന്. അപ്പം എങ്ങനെയാ ചെയ്യുക? അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യൽ. ശ്രദ്ധിച്ചോ? വവൽസ് ടുഗദർ വരണം. അപ്പം ഞാൻ വവൽസിനൊക്കെ ഒരുമിച്ച് ചെയ്തു. ഐ 4 ഇയും. ഇതല്ലേ വവൽസ് ഉള്ളത്? നോക്ക്, ഇതല്ലേ വവൽസ് ഉള്ളത്? യെസ്. ഇനി ബാക്കി എന്തൊക്കെയുള്ളത്? എൻ 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 ഡി ഡി പി സി. ഇങ്ങനെയാണുള്ളത്. ഇത് നമ്മൾ ഒരൊറ്റ ഒന്നായിട്ട് കൗണ്ട് ചെയ്തു. 1 2 3 4 5 6 7 8 എണ്ണം. റെഡിയാണോ? അപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു ഇത് 8 എണ്ണം അല്ലേ? 8 ഫാക്ടോറിയൽ ഇൻറ്റു, ഇനി ഈ 5 എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പെർമ്യൂട്ട് ചെയ്താൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി റിപ്പീറ്റേഷൻ എണ്ണിക്കോ, 4e 3n 2d. റെഡി അല്ലേ? ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. റിപ്പീറ്റേഷനിൽ ഡിവൈഡ് ചെയ്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നോക്കിക്കോ, 8 7 8 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ നോട്ടോ കേട്ടോ. ഇവിടെ 5 ഫാക്ടോറിയൽ ഉണ്ടല്ലോ, അപ്പോൾ കട്ട് ചെയ്യാണ്ടാവും. 8 ഫാക്ടോറിൻ്റെ വാല്യൂ എത്ര വരിക? 40320 ഇൻറ്റു 5 ഫാക്ടോറിന് 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു ഇതെത്ര? 3. 3 ഫാക്ടോറിയൽ 6, ഇത് 2, 4 ഫാക്ടോറിയൽ കട്ടായി. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ? ഇത് ശരിക്കും 8 ഫാക്ടോറിയലാണ് അല്ലേ? 8 ഫാക്ടോറിയലാണ്. അപ്പോൾ 8 ഫാക്ടോറിയൽ എനിക്ക് എന്ത് ചെയ്താം നോക്കിക്കോ, 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2. അപ്പോൾ 6ഉം 6 കൂടെ കട്ടാവും. ബാക്കി 2 ഇൻറ്റു ഇത് കട്ട് ചെയ്താൽ 4 ആയില്ലേ? ബാക്കി എന്തൊക്കെയുള്ളത്? 4 ഇൻറ്റു 7 ഇൻറ്റു 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 അല്ലേ? 4 ഇൻറ്റു 5 എത്ര?
20. നോക്ക് ഇങ്ങനെ കിട്ടി 2 എത്ര 14. അപ്പോൾ 140 ഇൻറ്റു 120 ആൻസർ വരിക. 14 ഇൻറ്റു 12 ചെയ്യുക. 2 4 8 2 4 14 8 6 168. പിന്നെ 2 0 ഇല്ലേ, ഇതായിരിക്കും ആൻസർ 168,000. ക്ലിയർ ആണോ നോക്കുക. റെഡിയാണോ? ഇനി അടുത്തത് എന്താ? നോട്ട് ടുഗദർ. ഓൾ വവൽസ് നോട്ട് ടുഗദർ. അപ്പോൾ ഈ ആൻസർ നമുക്ക് എന്തായാലും ആവശ്യം വരും. അതെന്ത് ചെയ്താൽ മതി? ടോട്ടലിനാണ് മൈനസ് ചെയ്താൽ പോരെ. വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ എത്ര ഉണ്ട് നോക്കിയാൽ മതി. ഈ ആൻസർ നമുക്ക് ആവശ്യം വരും കേട്ടോ. നോക്കിക്കോ. ഈ പാർട്ട് ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു 12 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഇങ്ങനെയാണുള്ളത്. 12 ഫാക്ടോറിയൽ അല്ലേ. അപ്പം എനിക്ക് എന്ത് ചെയ്താം? 12 ഇൻറ്റു 11 ഇൻറ്റു 10 10 ഇൻറ്റു 10 9 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 2 ഫാക്ടോറിയൽ 2 4 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട് 24 കേട്ടോ. 6 ഇൻറ്റു 12 ആയിട്ട് കട്ട് ചെയ്ത് പോട്ടെ. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്തൂടെ? ഇവിടെ 3 ആവും, ഇവിടെയോ 8 ആവും. അപ്പോൾ ഇതിനെ അവിടെ 8 ഫാക്ടോറിനെ 8 ഇൻറ്റു 7 ഫാക്ടോർ എന്നാക്കി 8 8 ആണ് പോയിക്കോളും. ബാക്കി എന്തൊക്കെയുള്ളത്? 11 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 7 ഫാക്ടോർ എന്ന് പറഞ്ഞാൽ അത്ര 5040 അല്ലേ? ഇങ്ങനെ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇത് 333 ഇൻറ്റു 10 330 ഇൻറ്റു 5040 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 504 ഇൻറ്റു ഈ 0 ഇവിടെ നോട്ടെ. ഈ 504 33 മൾട്ടിപ്ലൈ ചെയ്ത് 2 0 ഇട്ട് കൊടുത്താൽ പോരെ. 504 ഇൻറ്റു 33 3 4 12 5 15 3 4 12 15 2 3 6 6 1. ഓക്കെ. അപ്പോൾ 166.32.00 ഇതാണ് വരേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താം? ഓൾ വവൽസ് ടുഗദർ എത്ര ഉണ്ടാവും? 168.00. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആൻസർ അല്ലെങ്കിൽ ഓൾ വവൽസ് നോട്ട് ടുഗദർ. ഓൾ വവൽസ് നോട്ട് ടുഗദർ എത്ര ഉണ്ടാവുക? 166.32.00 മൈനസ് 168.00 എത്ര വരും? ലാസ്റ്റ് 0 0. ഓക്കെ. 0 0 12 ഇട്ട് 4 12 6 6 5 1 4 6 1. ഇതായിരിക്കും ആൻസർ. ഓക്കെ ആണോ? 164.64.00. റെഡിയാണോ? യെസ്. ഇതാണ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഒബ്ജക്ട്സിൻ്റെ പെർമ്യൂട്ടേഷൻ. ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി കേട്ടോ. ഈ ടൈപ്പൊക്കെയാണ് എക്സാമിന് വരാറുള്ളത്. അപ്പോൾ ടൈപ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ സെഷൻ തീർന്നു. ഇനി പെർമ്യൂട്ടേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. ഇതാണ് സംഭവം. റാങ്ക് ഓഫ് എ വേർഡ്. ഇതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റാങ്ക് ഓഫ് എ വേർഡ്. ഓക്കെ അല്ലേ? ഇതൂടെ കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻസ് കഴിഞ്ഞ് പിന്നെ ഏതാളുള്ളത്? കോമ്പിനേഷൻസ്. റെഡി?